ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് SCERT ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ചെവിയെക്കുറിച്ചിട്ട് നോക്കാം. അപ്പോൾ കേൾവിക്ക് സഹായിക്കുന്നതിനോടൊപ്പം തന്നെ ശരീര തുലന നില പാലിക്കുന്നതിലും സഹായിക്കുന്ന അവയവമാണ് ചെവി. ചെവിയുടെ ഭാഗങ്ങളൊക്കെ ഏതൊക്കെയാണ്? ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ബാഹ്യകർണത്തെക്കുറിച്ച് നോക്കാം. ചെവിക്കുട, കർണനാളം, കർണപടമൊക്കെ ഉള്ളത് ബാഹ്യകർണത്തിലാണ്. ചെവിക്കുട ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നത് ചെവിക്കുടയാണ്. ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നു. കർണനാളം ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്നത് കർണനാളമാണ്. കർണനാളത്തിലെ രോമങ്ങൾ, കർണമെഴുക് എന്നിവ പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് തടയുന്നു. നെക്സ്റ്റ് കർണപടമാണ്. മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേർത്ത സ്തരമാണ് ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്തരം. മധ്യകർണം യൂസ്റ്റേഷ്യൻ നാളി മധ്യകർണത്തെ ഗ്രസനിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നു. അസ്ഥിശൃംഖല കർണപടത്തിൻ്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്നു. മധ്യകർണത്തിലെ പ്രധാന അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ്. ഓവൽ വിൻഡോ സ്റ്റേപ്പീസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ്. അസ്ഥിശൃംഖലയിലെ കമ്പനം ആന്തരകർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. ആന്തരകർണം ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് തലയോടിയിലെ അസ്ഥിനിർബന്ധമായ അറയ്ക്കുള്ളിലാണ്. അസ്ഥി അറയ്ക്കുള്ളിൽ സ്തരനിർമ്മിതമായ അറകളും ഉണ്ട്. സ്തര അറയ്ക്കുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമേത്? എൻഡോലിഫ് ദ്രവമാണ്. സ്തര അറയ്ക്കുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം എൻഡോലിഫ് ദ്രവമാണ്. സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കും ഇടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഇതാണ് പെരിലിംഫ് ദ്രവമാണ്. പെരിലിംഫ് ദ്രവമാണ്. ആന്തരകർണത്തിൻ്റെ മുഖ്യ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂള്, കോക്ലിയ. ശരീര തുലനില പാലിക്കാൻ സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങൾ അർദ്ധവൃത്താകാര കുഴലുകളുമുണ്ട്, വെസ്റ്റിബ്യൂളുമുണ്ട്. കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗമാണ് കോക്ലിയ. ഒച്ചിൻ്റെ തോടുപോലെ ചുരുണ്ടിരിക്കുന്ന കുഴൽ. ഒച്ചിൻ്റെ തോടുപോലെ ചുരുണ്ടിരിക്കുന്ന കുഴലാണ് കോക്ലിയ. കോക്ലിയയിലെ അറകളുടെ എണ്ണം എത്രയാണ്? 3 എണ്ണമാണ്. കോക്ലിയയിലെ മധ്യ അറയും താഴത്തെ അറയും തമ്മിൽ വേർതിരിക്കുന്ന ഏത് സ്ഥലത്തിലെ സവിശേഷ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായി പ്രവർത്തിക്കുന്നത് ചോദിച്ചാൽ ബേസിലാർ സ്തരമാണ്. ബേസിലാർ സ്തരവും രോമകോശങ്ങളും ചേർന്ന് അറിയപ്പെടുന്നത് ഓർഗൻ ഓഫ് കോൾട്ടിയാണ്. ഓർഗൻ ഓഫ് കോർട്ടി. റൗണ്ട് വിൻഡോ കോക്ലിയയ്ക്കകത്തുള്ള ദ്രവത്തിൻ്റെ ചലനത്തെ സഹായിക്കുന്നതാണ് റൗണ്ട് വിൻഡോ. ഇനിയും കേൾവി സാധ്യമാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബാഹ്യകർണത്തിലൂടെ എത്തുന്ന ശബ്ദതരംഗങ്ങൾ കർണപടത്തെ ചലിപ്പിക്കുന്നു. കർണപടത്തിൻ്റെ ചലനം അസ്ഥിശൃംഖലയെ ചലിപ്പിക്കുന്നു. അസ്ഥിശൃംഖലയുടെ ചലനം ഓവൽ വിൻഡോയിലെ സ്ഥലത്തെ ചലിപ്പിക്കുന്നു. ഇത് കോക്ലിയയിലെ ദ്രവത്തിൻ്റെ ചലനത്തിന് കാരണമാകുന്നു. കോക്ലിയയിലെ ഓർഗൻ ഓഫ് കോൾട്ടിയിലെ രോമകോശങ്ങൾ ഉത്തേജിക്കപ്പെടുകയും ആവേഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ആവേഗങ്ങൾ ശ്രവണ നാഡി വഴി സെറിബ്രത്തിലെത്തി കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്നു. നെക്സ്റ്റ് ചെവിയും ശരീര തുലനനിലയും തമ്മിലുള്ള ബന്ധമാണ്. ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്ന അവയവമാണ് ചെവി. ശരീര തുലനനില പാലിക്കുന്നത് തലയുടെ ചലനത്തെ ആസ്പദമാക്കിയാണ്. തലയുടെ ചലനങ്ങൾ ആന്തരകർണത്തിലെ വെസ്റ്റിബ്യൂളിലും അർദ്ധവൃത്താകാര കുഴലുകളിലുമുള്ള എൻഡോലിഫിൽ ചലനമുണ്ടാക്കുന്നു. ഇത് അവയിലെ രോമകോശങ്ങളെ ചലിപ്പിച്ച് ഉണ്ടാക്കുന്ന ആവേഗങ്ങൾ വെസ്റ്റിബുലാർ നാഡി വഴി സെറിബെല്ലത്തിലെത്തി ശരീര തുലനനില പാലിക്കുന്നു. നെക്സ്റ്റ് ശ്രവണ സഹായി. കേൾവി തകരാറ് സംഭവിച്ചവർക്ക് ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചെവിക്ക് പിന്നിലോ ചെവിക്കുള്ളിലോ ഘടിപ്പിക്കുന്ന ചെറിയ ഇലക്ട്രോണിക് ഉപകരണമാണ് ശ്രവണ സഹായി. ഇത് അറിവിൻ്റെ വാതായനങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് ചെവിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പഠിച്ചവർക്കൊരു റിവിഷൻ പോലെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു ചെറിയ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.